തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് 2 പേർ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ പൂട്ടിച്ച് പോലീസ്. നിലമേൽ സ്വദേശികളായ അസ്മ ബീവി, ഷാജി എന്നിവരാണ് മരിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയിലാണ് സംഭവം. രാത്രി ഏകദേശം 1 മണിയോടുകൂടിയാണ് ഈ 6 അംഗ കുടുംബം ഇവിടെ വിഴിഞ്ഞത്തുള്ള ഈ ഹോട്ടലിലേക്ക് എത്തിയതും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും. മീൻ വിഭവങ്ങളാണ്. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഹോട്ടലുകൾ ഉണ്ട്. സീ ഫുഡ് കിട്ടുന്ന, മത്സ്യവിഭവങ്ങൾ കിട്ടുന്ന, പ്രത്യേക രീതിയിൽ പാചകം ചെയ്ത് ലഭിക്കുന്ന ഹോട്ടലുകൾ, നിരവധി ഹോട്ടലുകൾ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ഹോട്ടലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ അസ്മാക്ക് എന്ന ഈ ഹോട്ടലിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിച്ചത്. പല സമയങ്ങളിലും അവർ ഈ വിഴിഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്നും ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് എന്നാണ് മറ്റു ബന്ധുക്കൾ പറയുന്നത്. 2 പേരാണ് ഈ സംഭവത്തിൽ ഇങ്ങനെ ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചത്. ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അടക്കമുള്ള മറ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ ഇന്നലെ മീൻമുട്ട അടക്കമുള്ള ചില മത്സ്യവിഭവങ്ങളാണ് ഇവിടെ നിന്നും കഴിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ ഒരു 6 അംഗ കുടുംബം അവർ ഈ ഭാഗത്തു നിന്നും ഭക്ഷണം കഴിച്ചു. അതിൽ തന്നെ 3 പേർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. മറ്റ് കൂടെ ഉണ്ടായിരുന്ന 3 ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിൽ നിന്നും നിരവധി ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്നുമുള്ള ഏകദേശം 400-ൽ കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിച്ചു എന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. അവർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ഏത് രീതിയിലാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണമായി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകൂ. എന്തായാലും 58 വയസ്സുള്ള അസ്മാബി, അതോടൊപ്പം അവരുടെ മരുമകനായ 42 വയസ്സുള്ള ഷാജി എന്നിവരാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ അവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർ നിലവിൽ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധനകൾ അടക്കം നടക്കുന്നത്. പക്ഷേ കൃത്യമായി തന്നെ പറയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തത വരുത്താൻ കഴിയൂ.